ഹായ് ഒരു നമ്മളുടെ കൂടെ റോയ് ആണുള്ളത്. CSI നെറ്റ് 2025 എക്സാം റിസൾട്ട് വന്നപ്പോൾ LS അതായത് ലെക്ചർഷിപ്പില് 96 റാങ്കോട് കൂടിയിട്ട് റോയ് ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ റോയുടെ ആ ഒരു പഠന രീതിയും അല്ലെങ്കിൽ ഈ CSIR എക്സാമിലേക്ക് എത്തിയതും അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ ലൈഫ് ജേണി അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ റോയ് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയും. പിന്നെ എനിക്ക് റോയിനെ പറ്റി പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്, എല്ലാവരും മനസ്സിലുള്ളത് എന്താ വെച്ചാൽ CSIR നെറ്റ് കിട്ടണമെങ്കിൽ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം അല്ലെ. അങ്ങനെ ഒരു ചിന്തയാണ്. അത് ഒന്നെങ്കിൽ IIT പഠിക്കണം, NIT അല്ലെങ്കിൽ IIC അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പഠിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു മോഹങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച ഒരു വ്യക്തിയാണ് റോയ്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് ആ കുട്ടി ഒരു CSIR ലെക്ചർഷിപ്പിലേക്ക് ഒരു സെക്കൻഡ് അറ്റംപ്റ്റിലൂടെ ആയിരിക്കും ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മളോട് ജേർണി പറയുമ്പോൾ പറയും. അത് ക്രാക്ക് ചെയ്ത ഒരാളാണ് റോയ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും കൂടി നമ്മളോട് പറയും, സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇത് കാര്യങ്ങളും കൂടി കേട്ടോ. ഓക്കെ, അപ്പൊ റോയ് ഹായ്, ഹായ് ഹായ് മാം. എന്തൊക്കെയുണ്ട്? സുഖം. ഇപ്പൊ എവിടെയപ്പോ? ഇപ്പൊ ഞാൻ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ഞാൻ IIT BHUയുടെ ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ആ, ഇന്റർവ്യൂവിന് വേണ്ടി ബനാറസിൽ നിൽക്കും. ബനാറസിലാണ്. ഓക്കെ ഓക്കെ. എന്തായാലും റോയുടെ ഒരു സ്റ്റാർട്ടിങ് ഒന്ന് പറയാൻ പറ്റുമോ? അതായത് എവിടെയാണ് ഡിഗ്രി പഠിച്ചത്, MSc എങ്ങനെയാണ് ഇവിടേക്കൊക്കെ എത്തിപ്പെട്ടത്? ഓക്കെ ഓക്കെ. ഡിഗ്രി ഞാൻ പഠിച്ചത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു, MG കോളേജിൽ നിന്നായിരുന്നു എന്റെ ഡിഗ്രി. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പം മാസ്റ്റേഴ്സ് വേണ്ടി പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കേരളത്തിൽ തന്നെയായിരുന്നു എടുത്തത്. പക്ഷേ സിലബസ് എല്ലാം എനിക്ക് ഭയങ്കര ടൈറ്റ് ഒക്കെ ആയിട്ട് തോന്നി. അതോടൊപ്പം തന്നെ എലക്റ്റീവ് ആയിരുന്നാലും ഫുൾ ഇലക്ട്രോണിക്സിനെ ബേസ് ചെയ്തൊക്കെ നിൽക്കുന്നതായിട്ട് തോന്നി. അങ്ങനെ അപ്പോഴായിരുന്നു ആ ഒരു ടൈം തന്നെയായിരുന്നു CUTയുടെ എൻട്രൻസ് വന്നത്. അപ്പോഴേ ഞാൻ ട്രിസിൽ ഞാൻ ജോയിൻ ചെയ്തായിരുന്നു. അങ്ങനെ ജസ്റ്റ് കുറച്ച് ഒരു മാസം പോലും ഒന്നും പഠിച്ചില്ലായിരുന്നു. അത്യാവശ്യം ഒന്നും അങ്ങനെ പഠിച്ചില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങനെ ചെന്ന് എൻട്രൻസ് എഴുതി. നോക്കിയപ്പോൾ എൻട്രൻസിന് ക്വാളിഫൈ ആയി. അങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടി. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹിമാചൽ പ്രദേശിലായിരുന്നു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹിമാചൽ അതെല്ലാവരും ഒന്ന് പ്രദേശ്. നോട്ട് ചെയ്യണം. കാരണം ഇപ്പൊ CUET എൻട്രൻസ് എക്സാം ഇപ്പൊ കഴിഞ്ഞിരിക്കുന്ന സമയം. ശരിക്കും നെറ്റിന്റെ ഒരു ഇന്റർവ്യൂ ആയാലും ഇതിൽ CUETയുടെ ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളത് എന്താ വെച്ചാൽ, എല്ലാവർക്കും പേടിയുള്ള സ്ഥലമാണ്. എല്ലാവരും മൈൻഡിൽ എപ്പോഴും ഹൈദരാബാദ്, BHU, JNU, പഞ്ചാബ് അങ്ങനെയൊക്കെ കിടക്കുന്നത്. ഹിമാചൽ പ്രദേശ്, ഹരിയാന അങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒന്ന് നെറ്റിച്ച് വിളിക്കും അയ്യോ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ എക്സ്പീരിയൻസും കൂടി ഒന്ന് ഇതിൽ പറയണം കേട്ടോ. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹിമാചൽ പ്രദേശിനെ പറ്റി പൊതുവെ പറയുകയാണെങ്കിൽ നല്ല നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. നല്ല ഫാക്കൽറ്റിയാണ് ഇവിടെ ഉള്ളത്. അവിടെ 3 മേഖലകളിലെ ഫാക്കൽറ്റി ഉണ്ട്. ഒന്ന് കണ്ടൻസ് മാറ്റർ ഫിസിക്സിലെ ഫാക്കൽറ്റി ഉണ്ട്, ഹൈ എനർജി ഫിസിക്സിലെ ഫാക്കൽറ്റി ഉണ്ട്, അതോടൊപ്പം തന്നെ ഇത് ആസ്ട്രോ ഫിസിക്സിലും ഫാക്കൽറ്റി ഉണ്ട്. അത് ആസ്ട്രോ ഫിസിക്സിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അങ്ങനെ നല്ല പ്രൊഫസേഴ്സും ആണ് അവിടുത്തെ. അത്യാവശ്യം എല്ലാ പ്രൊഫസേഴ്സും നല്ല പ്രൊഫസേഴ്സ് ആണ്. മെയിൻ ഞങ്ങൾക്ക് MSCയിൽ അവരിടുന്ന പ്രൊഫസേഴ്സ് നല്ല ആ, ആ, നല്ല റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പ്രൊഫസേഴ്സുകളാണ് എടുത്തത്. പിന്നെ ക്യാമ്പസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ടെമ്പററി ക്യാമ്പസ് ആണ് ഇപ്പോഴും ഞങ്ങൾക്കുള്ളത്. പക്ഷെ പുതിയ പെർമനന്റ് ക്യാമ്പസ് അവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല ക്യാമ്പസ്. ഓക്കെ, അപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തണ വരെയുള്ള കഥ കേട്ടു. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ളത് ഈ CSIR നെറ്റ്, JRF അല്ലെങ്കിൽ ഗേറ്റ് അതിലേക്കൊക്കെ എത്തിയത് എങ്ങനെയാണ്? ഇതിന് മുമ്പ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നോ? അതിലേക്കൊക്കെയുള്ള ഒരു ജേണി. ആ അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ പ്രൊഫസേഴ്സ് നമ്മളെ എൻകറേജ് ചെയ്യിപ്പിക്കും. ഇതുപോലെ നെറ്റും ഇതുപോലെ ഗേറ്റും CSIR നെറ്റൊക്കെ എഴുതണം, അതുപോലെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ടൊക്കെ പോയി റിസർച്ച് ചെയ്യണം എന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്യിപ്പിക്കും. അപ്പം അപ്പോഴേ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ ഗേറ്റ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് എഴുതിയത്. കഴിഞ്ഞ കൊല്ലത്തെ ഗേറ്റ് മാം തന്നെയായിരുന്നു പഠിച്ചത്. പക്ഷെ എനിക്ക് അധികം യൂണിവേഴ്സിറ്റിയുടെ ഇതെല്ലാം പേപ്പേഴ്സ് എല്ലാം ഉള്ളത് കൊണ്ടെല്ലാം എനിക്ക് അധികം അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ജസ്റ്റ് എനിക്കൊരു 0.5 മാർക്സിന് അതെ, എനിക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് റിസൾട്ട് വരണേക്കാൾ മുമ്പ് നമ്മൾ നോക്കി, ആ, എന്നിട്ട് ആ, തിരിച്ച് അപ്പൊ കിട്ടുമോന്നൊരു ചോദിച്ചിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ ആ സമയത്ത് കട്ട് ഓഫ് കുറച്ച് കൂടുതലായിരുന്നു അല്ലേ. ഇല്ല. അതുകൊണ്ട് ഒരു ഒത്തിരി 0.25 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. കുറച്ച് മാർക്കിനാ പോയത് ഗേറ്റ് എന്ന്. അത് തന്നെ. ആ,
ഓക്കെ. ആ അതിനുശേഷം പിന്നെ ആ. അങ്ങനെയായിരുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഞാൻ അവിടെ ചെയ്ത പ്രൊജക്ട് ഹൈ എനർജിയിലായിരുന്നു. ന്യൂട്രിനോ ഫിസിക്സുമായി ബന്ധപ്പെട്ട പ്രൊജക്ട്. അതിന്റെ തന്നെ എലക്റ്റീവ് ആയിരുന്നു ഞങ്ങൾക്ക് പ്രൊഫസേഴ്സ് തന്നത്. ക്വാണ്ടം ഫീൽഡ് തിയറിയും ന്യൂട്രിനോ ഫിസിക്സും. അപ്പൊ അതെല്ലാം പഠിച്ചപ്പോൾ തന്നെ നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ട് എന്റെ ഫർദർ മൂവ് ചെയ്യാനുള്ള. അപ്പൊ എന്തായിരുന്നാലും ഒരു PhD എടുക്കണം, ഇതിൽ തന്നെ പ്രൊസീഡ് ചെയ്യണമെന്നുള്ള ഒരു നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് MSc തീർന്നപ്പോൾ പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി CSIR നെറ്റിനും ഗേറ്റിനും വേണ്ടി. അങ്ങനെ ഗേറ്റ് ക്വാളിഫൈ ആയി. നെറ്റും ഇതുപോലെ നെറ്റ് എനിക്ക് കിട്ടി. ജസ്റ്റ് എനിക്ക് 0.8 മാർക്കിന് JRF മിസ്സായി പോയി. അതെ. അതാണ് ഒരു സങ്കടമായത്. കാരണം എന്താ വെച്ചാൽ ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് വളരെ വലിയൊരു രീതിയിലുള്ള കട്ട് ഓഫ് ആണ് അല്ലേ? നല്ല വളരെ കൂടുതൽ ഹൈ ആണ്. അപ്പോ ഇങ്ങനെ റെസ്പോൺസ് ഷീറ്റ് വന്നപ്പോ ഫസ്റ്റ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് 89 ഉണ്ട്. അപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നത് JRF എന്നുള്ളത് തന്നെയായിരിക്കും. പക്ഷെ കട്ട് ഓഫിലാണ് ഒരു പ്രശ്നം പറ്റിയത്. അതായത് വളരെ കുറവ് മാർക്ക് പോയിന്റിനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. പക്ഷെ LS-ൽ 96 റാങ്കും ഉണ്ട്. അതാണ് ഉണ്ട്. ഞാൻ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പറയണത്. എന്താ വെച്ചാൽ ലെക്ചർഷിപ്പ് എന്നല്ല, അതിലെ റാങ്ക് ആണ് നോക്കണ്ടേ എപ്പോഴും. അതെ, നമ്മള് ഇപ്പൊ ഈ ഇതിലിപ്പോ പല കുട്ടികളും കേൾക്കുന്ന പല ആളുകളുണ്ടായിരിക്കും. അതിൽ നെറ്റ് ക്വാളിഫൈഡ് ആയി, ഞാൻ JRF കിട്ടി. അത് ക്വാളിഫൈഡ് ആണ്, ഇല്ല എന്നല്ല. പക്ഷെ അതില് റാങ്കിന് വളരെ പ്രാധാന്യം. ഓരോ ഇന്റർവ്യൂവിന് കയറുന്ന സമയത്ത് ആ റാങ്കിനുള്ള പ്രത്യേകത വളരെ ഹൈ ആണ്. അപ്പൊ ഇത് നിസ്സാര റാങ്ക് അല്ല 96 എന്ന് പറയുന്നത്. അതിപ്പോ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ഇന്റർവ്യൂസിനൊക്കെ. മനസ്സിലാവുന്നുണ്ട്. ഇന്റർവ്യൂസിനൊക്കെ പോകുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട്. എന്ത് ബെനിഫിറ്റാ കിട്ടിയത് ഇപ്പോ? ലെക്ചർഷിപ്പിന്റെ ഒരു ഇത് വെച്ചിട്ടാണോ, ഗേറ്റ് വെച്ചിട്ടാണോ, എന്താ തോന്നുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോ? ഫസ്റ്റ് എനിക്ക് ഇപ്രാവശ്യത്തെ നെറ്റിന്റെ റിസൾട്ട് ഡിലേ ആയല്ലോ. അങ്ങനെ ഫസ്റ്റ് എനിക്ക് ഓപ്പർച്യൂണിറ്റി എല്ലാം കിട്ടിയത് ഗേറ്റിന്റെ ഇതാണ്. ഇപ്പോഴാണ് എനിക്ക് ഇതുപോലെ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ എനിക്ക് ഇതും കൂടെ ഉണ്ട് എന്ന് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷനും ക്ലോസ് ആയി. ഗേറ്റ് വെച്ചാണ് എനിക്ക് കൂടുതൽ എല്ലായിടത്തും കിട്ടിയത്. അതെ, എവിടെയൊക്കെ കിട്ടിയിരിക്കണേ? എനിക്ക് ഐസർ ഭോപ്പാലില് ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ IIT ഹൈദരാബാദ് ഇന്ന് കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ IIT BHU, പിന്നെ പോലെ ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കട്ടയിലുള്ള അത് ഇതുപോലെ അത് എനിക്ക് ലെക്ചർഷിപ്പ് ബേസ് ചെയ്താണ് കിട്ടിയത്. 100ന്റെ താഴെ റാങ്ക് ഉള്ളവർക്കാണ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അരിഭട്ട യൂണിവേഴ്സിറ്റിയിലും അതേ 100ന് താഴെയുള്ള ആളുകളെ എടുക്കുക, ലെക്ചർഷിപ്പ് ഉണ്ടെങ്കിൽ പോലും. അതാണ് റാങ്ക്, നല്ല റാങ്കാണ്, നിസ്സാരല്ല ലെക്ചർഷിപ്പ് എന്ന് പറഞ്ഞിട്ടു. അതാണ് ഹൈലൈറ്റ് ചെയ്യണേന്റെ. ഇനി മോന്റെ ഒരു പഠന രീതി എങ്ങനെയായിരുന്നു? പഠിച്ചത് ഇതിലേക്ക് ഞാൻ പഠിച്ചത് CSIR നെറ്റിന്റെ ഇത് എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഗേറ്റ് സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഇതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നതിന് ശേഷം എനിക്ക് പിന്നെ ടൈം ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു 6 മന്തോളം ടൈം എനിക്ക് ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ ട്രിസിന്നെല്ലാം നെറ്റിന്റെ ക്ലാസിന്റെ കോച്ചിങ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അതിന്റെ നോട്ട്സ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ നോട്ട്സും നോക്കും. ആദ്യം ഇപ്പം ക്വാണ്ടം മെക്കാനിക്സ് ആണെങ്കിൽ ഇങ്ങനെ പാർട്ടായിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം 1 ഡയമെൻഷൻ ബോക്സ് ആണെങ്കിൽ അതിന്റെ ജസ്റ്റ് എല്ലാം പഠിക്കും. എന്നിട്ട് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക് ചെയ്യും. വർക്ക് ചെയ്യുമ്പോൾ അതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ തീർത്ത് എല്ലാം ഞാൻ കവർ ചെയ്തായിരുന്നു. നെറ്റ് തീരുമ്പോ തന്നെ ഏകദേശം എല്ലാം കവർ ചെയ്തായിരുന്നു. അങ്ങനെ കവർ ചെയ്യണം, എന്നാലേ ചില പാർട്ട് നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരും, ചില അപ്പോഴത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു എല്ലാ ദിവസവും ജസ്റ്റ് ഒരു 1-2 മണിക്കൂർ ഇതിന്റെ പുറത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ കിട്ടിയത്. എങ്ങനെ ഈ കോഴ്സ് കഴിഞ്ഞിട്ടാണോ 2-3 മണിക്കൂർ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത്? അതോ മീൻസ് MSc പഠിക്കുമ്പോഴാണോ അതിന് മുമ്പാണോ? മീൻസ് ഇല്ല, MSc പഠിച്ചു കഴിഞ്ഞിട്ടായിരുന്നു. എന്നിട്ട് 2 മണിക്കൂറൊക്കെ ഇരുന്നുള്ളൂ? രണ്ട് ചില ദിവസം കൂടുതലിരിക്കും, ചില ദിവസം കുറച്ച്, അങ്ങനെ ടൈം. അല്ല, എല്ലാരും പറയും MSc കഴിഞ്ഞാൽ ഫ്രീ ആണല്ലോ. ശരിക്കും MSc കഴിയുമ്പോഴാണ് ടെൻഷൻ കൂടുന്നത് അല്ലേ? ടെൻഷൻ കൂടുന്ന ഉടൻ തന്നെ ഒരു വീട്ടിൽ ജോബ് നിന്നുള്ള അല്ലെങ്കിൽ പ്രഷർ എന്തുള്ളത്. ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കതങ്ങനെ ആ ഫ്ലോയില് പോകും. പക്ഷെ പോകും. കഴിഞ്ഞിറങ്ങുമ്പോഴാണ് ഈ എന്ത് എന്നുള്ള ഒരു അവസ്ഥ വരുന്നത്. ഉടൻ തന്നെ നമുക്ക് ഇത് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രഷർ വരും. അതെ, അതാണ് ഒന്ന് പറയേണ്ട എല്ലാവരോടും. കാരണം ആ മോൻ എങ്ങനെയാണ് ആ 6 മന്ത്സ് ഒന്ന് കവർ ചെയ്തെടുത്തത്? ഈ ടെൻഷൻ ഉണ്ടായിരിക്കും, ഒപ്പം അത് പഠിച്ചെടുക്കും വേണ്ടേ? പഠിച്ചെടുക്കാൻ എങ്ങനെയാ കവർ ചെയ്തത്? അത് എങ്ങനെയാ? കവർ ചെയ്തത് മെയിൻലി ഞാൻ ലൈബ്രറിയിൽ പോകുമായിരുന്നു. രാവിലെ ആകുമ്പോൾ കുറച്ചു നേരം ലൈബ്രറി പോകും. അപ്പോഴവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്കിരുന്ന് വർക്ക് ചെയ്യാനും എല്ലാം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു.
അങ്ങനെ ലൈബ്രറി പോയി ഇതുപോലെ കുറച്ച് ഞാനിങ്ങനെ പഠിക്കും, ബുക്കുകൾ റെഫർ ചെയ്യും, നോട്ട്സ് ഉണ്ടാക്കും. പിന്നെ അതിൽ നിന്ന് പ്രീവിയസ് ഇയർ മാക്സിമം ഞാൻ കുറേയേറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് അതിന്റെ ഒരു ഗുണവും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ഇത് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അതെ, ഇപ്രാവശ്യത്തെ എക്സാമിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഫുൾ PYQ സെക്ഷനാ വന്നേ. അതായത് 2016 തൊട്ടിട്ടുള്ള പേപ്പേഴ്സ്. ഞങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടപ്പോ തോന്നി, അയ്യോ 2013 ക്വസ്റ്റ്യൻസ് അതേപോലെ വന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ചോദിക്കേണ്ടതൊക്കെ ഇല്ലേ. എനിക്ക് തോന്നുന്ന ട്രെൻഡ് മാറി ഇപ്പോ. അതായത് മോൻ ഫസ്റ്റ് എക്സാം ആണെന്ന് പറയൂല, അതിന് മുമ്പത്തെ എക്സാംസിന്റെ പേപ്പർ എടുത്ത് നോക്കുമ്പോഴുള്ള ട്രെൻഡ്. പേപ്പർ എടുത്ത് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി നല്ല ടഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും പ്രതീക്ഷിച്ചു ഇപ്രാവശ്യത്തെ എക്സാം ഭയങ്കര ടഫ് ആയിരിക്കും. പക്ഷെ എക്സാം ഹോളിൽ ചെന്നിരുന്നപ്പോ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ആൻസേഴ്സ് കിട്ടുന്നുണ്ട്. അത് PYQs വന്നോണ്ടാണ് അത് വന്നത്. അത് ഞാനും അതെ, പേപ്പർ വന്നപ്പോ ഞാൻ ഷോക്ക് ആയി പോയി. കാരണം പേപ്പർ കണ്ടപ്പോ ഇങ്ങനെ എളുപ്പാന്ന് കുറെ പേര് എന്നോട് പറഞ്ഞു. പഠിച്ചാൽ മതിയായിരുന്നു PYQs, എന്നാ ചെയ്യായിരുന്നു. ലാസ്റ്റ് സമയത്താ കുറച്ച് PYQs ചെയ്യാൻ പറ്റിയേ, അതിന്റെ അപാകത നല്ലോണം ഉണ്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോ ശരിക്കും സ്റ്റിക്ക് ഓൺ ആയത് എനിക്ക് 2013 ആ 2 ചോദ്യങ്ങളും അതേപോലെ വന്നപ്പോ ഒക്കെ പ്രോബബിലിറ്റി കാണുക, എനർജിയുടെ പ്രോബബിലിറ്റി കാണുക, പ്രോബബിലിറ്റി കാണുക, ഒക്കെ തന്നെ ക്വസ്റ്റ്യൻസ്. മെക്കാനിക്സ് ഒരുപാട് നല്ല ഈസി ആയിട്ടുള്ള ഈസി ക്വസ്റ്റ്യൻസ് ആയിട്ട് പിൻ ഡൈനാമിക്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നല്ല ഈസി ആയിട്ട് വന്ന പോലെ തോന്നി. അപ്പൊ ഇനി എനിക്ക് മോനു പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കാര്യം എന്താ, പഠിച്ചു വരുന്ന കുട്ടികളോട് ഫസ്റ്റ് വിചാരിച്ചാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഭയങ്കര പാടായിട്ടുള്ള എക്സാം ഒന്നും അല്ല. അഫ്കോഴ്സ് ഇത് പാടുണ്ട്, നമുക്ക് കുറച്ചു നേരം ഇതിന്റെ പിറകെ നിൽക്കണം. പക്ഷെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡൻസ് എല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് CSIR ആയാലും ഗേറ്റ് ആയാലും. അതെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ CUET എഴുതിയത് കൊണ്ട് ഒരു പ്രോബ്ലം സ്കില്ല് ചിലപ്പോൾ മേ ബി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാവും മേ ബി. ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഈ എക്സാം ഇപ്പോ പല കുട്ടികളും ഇപ്പൊ എക്സാമ്പിള് ഇപ്പൊ റീസെന്റ് കുറച്ച് എക്സാം ഒക്കെ കഴിഞ്ഞപ്പോ എന്നോട് എടുത്ത വശം വരും, ഒരു കോൺസെപ്റ്റാ മിസ് എല്ലാവർക്കും വരണേ, പ്രോബ്ലം ചെയ്യാൻ കഴിവുണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോ നെറ്റ് കോച്ചിങ്ങിനായാലും വരുന്ന കുട്ടികൾ മാത്തമാറ്റിക്കലി ചെയ്യാനുള്ള കഴിവുണ്ട്, പ്രോബ്ലം ചെയ്യാനുള്ള കഴിവുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ട എങ്ങനെ ചെയ്യാൻ കിട്ടുന്നില്ല, അങ്ങനെയുള്ള കുറെ കംപ്ലൈന്റുകൾ വരുന്നുണ്ട്, പ്രശ്നങ്ങൾ. അപ്പോ മോനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അതെങ്ങനെയാ ഓവർകം ചെയ്തത്? മെയിൻ ഞാൻ ഇതുപോലെ CUT അതിന്റെ ഒരു ഇതായിരുന്നു. CUT പഠിക്കുന്ന സമയം തന്നെ ഞാൻ അത്യാവശ്യം പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യും. അത് എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു. ഓൾറെഡി ഒരു എൻട്രൻസ് കഴിഞ്ഞിട്ടാണ് ഞാൻ കയറിയത്. അപ്പം അടുത്ത ഒരു എൻട്രൻസ് എനിക്ക് അത്രയും ഒരു വിഷയമായിട്ട് എനിക്ക് വന്നില്ല. കാരണം ഓൾറെഡി CUT കഴിഞ്ഞ് അതൊരു നല്ലൊരു ബെനിഫിറ്റ് ആണ് എനിക്ക്. ഓൾറെഡി ഒരു എൻട്രൻസ് കഴിഞ്ഞു, പിന്നീട് അടുത്ത ഒരു എൻട്രൻസിന് വേണ്ടി പോകുന്ന സമയത്ത് ഇതുപോലെ ട്രിസിന്റെയൊക്കെ നോട്ടും മാം പഠിപ്പിച്ചു തന്ന ചില മെത്തേഡ്സുകളൊക്കെ ഉണ്ട്, ഷോർട്ട് കട്ട് മെത്തേഡുകളെല്ലാം. അതെല്ലാം നല്ല ബെനിഫിറ്റ് ആയിട്ടുണ്ട്. അതെ, ഞാൻ അതിനെ പറയാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാല്, ഇപ്പൊ ഇനിയിപ്പോ അടുത്തൊരു എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കോൺസെപ്റ്റ് ആണോ കൂടുതൽ അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത്, അതോ പ്രോബ്ലംസ് ആണോ, മീൻസ് PYQs ചെയ്ത് വരികയാണോ നല്ലത്? ഇനിയിപ്പോ വരുമല്ലോ ഓഗസ്റ്റ് സെപ്റ്റംബർ അടുത്ത എക്സാം വരുമല്ലോ. ഒരു PYQ എനിക്ക് തോന്നുന്നു CSIR നെറ്റ് എക്സാമിൽ ഒരു 70% PYQs പ്രോബ്ലം ഓറിയന്റഡ് ആയിരിക്കും. ബാക്കി ഒരു 30% തിയറിയും ചോദിക്കും. ഇപ്രാവശ്യത്തെ എക്സാമിനും ചോദിച്ചായിരുന്നു തിയറി. സൂപ്പർ കണ്ടക്ടിവിറ്റി CSIR നെറ്റിന്റെ ക്വസ്റ്റ്യൻ, അതും സിമ്പിൾ ആയിരുന്നു. ജസ്റ്റ് നമുക്ക് കോൺസെപ്റ്റും അറിഞ്ഞിരിക്കണം, നമുക്ക് അതുപോലൊപ്പം തന്നെ പ്രോബ്ലം സ്കിൽസും അറിഞ്ഞിരിക്കണം. ഇന്റർവ്യൂവിന് കൂടുതൽ അവർ നമ്മുടെ കോൺസെപ്റ്റ് ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. കാരണം ഓൾറെഡി ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ല് നമുക്ക് ഈ എക്സാം പാസ് ആയതോടുകൂടെ കിട്ടിയായിരുന്നു. അപ്പൊ കൂടുതൽ ഇന്റർവ്യൂവിനെല്ലാം ഇതായിരിക്കും നോക്കുന്നത്, നമ്മുടെ തിയറി നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടും വേണം, നമുക്ക് അത് മനസ്സിലാക്കുകയും വേണം, അതോടൊപ്പം തന്നെ നല്ല ഫാസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാനും പറ്റണം. കാരണം നെറ്റിന്റെ 3 മണിക്കൂറേ ഉള്ളൂ. ആ 3 മണിക്കൂർ എക്സാമിന്റെ പ്രഷറിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് സോൾവ് ചെയ്ത് എടുക്കുകയും വേണം. ചിലർക്ക് പെട്ടെന്ന് കൺഫ്യൂസ് ആയി പോകും. ചിലപ്പോ ഒരു മൈനസ് മാറുമ്പോ ആൻസർ തെറ്റിപ്പോകാം. അവര് കീ ഇടുന്ന സമയം ചില ആൻസർ പോസിറ്റീവ്, ചില ആൻസർ നെഗറ്റീവ്, അങ്ങനെ അങ്ങനെ എനിക്ക് ഗേറ്റില് ഒരു ഇത് തെറ്റിപ്പോയി. ഗേറ്റും നെറ്റും കൂടി കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം മാർക്കിന്റെ പാറ്റേണും ന്യൂമറിക്കലൊക്കെ വരണോണ്ടേ അവിടെ ഭയങ്കര ടാസ്ക് അല്ലേ നമുക്ക്. ഇത് പിന്നെ ഓപ്ഷൻ തെരഞ്ഞെടുക്കാലോ, 4 ഓപ്ഷൻ ഉള്ളതുകൊണ്ട്.
ഉള്ളതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ട്. ഇതുണ്ട്. അതെ. അത് മൾട്ടിപ്പിൾ സെലക്ട് ഉണ്ട്. അതെ അതെ അതെ. ആകെ കൺഫ്യൂസ്ഡ് ആക്കുന്ന എക്സാം ആണ് ഗേറ്റ് മൊത്തത്തില്. ഇവിടെ പിന്നെ നമ്മുടെ കയ്യിൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം 4 ഇങ്ങനെ വിസ്താരമായി. അപ്പൊ ഏകദേശം റൗണ്ട് ചെയ്ത് വരുന്ന ഭാഗം ടിക്ക് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എലിമിനേറ്റ് മെത്തേഡ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് ഭാഗമായിരുന്നു ഇപ്രാവശ്യം കൂടുതൽ ഈസി ആയിരുന്നു? 3 ഭാഗങ്ങളിൽ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി ഉണ്ടായിരുന്നല്ലോ. അതില് പാർട്ട് എ ഞാൻ ചോദിക്കുന്നത് നല്ല ഈസി ആയിരുന്നു. അത്യാവശ്യം എനിക്ക് അതൊന്ന് എത്ര 22 പോയിന്റ് സംതിങ് ഒക്കെ എനിക്ക് അതൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പാർട്ട് ടൈമിന്. പിന്നെ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടിയ പാർട്ട് സിന്നായിരുന്നു. പാർട്ട് സിന്ന് എനിക്ക് 45 മാർക്സോളം പാർട്ട് സിന്ന് തന്നെ കിട്ടിയായിരുന്നു. 9 ക്വസ്റ്റ്യനെ ഞാൻ അറ്റൻഡ് ചെയ്തോളൂ, പക്ഷെ 9 കറക്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് വന്നു. പിന്നെ പാർട്ട് ബി കുഴപ്പമില്ലായിരുന്നു. ഇതന്നെ പണ്ട് ഞാൻ ക്രാക്ക് ചെയ്തിരുന്ന സമയത്ത് എനിക്കും എന്റെ ഒരു എക്സ്പീരിയൻസ് അതാ. ഞാൻ പറയാറില്ലേ, പാർട്ട് സി ഭയങ്കര എളുപ്പമാവും. ഞാൻ ഇതുപോലെ 11 ക്വസ്റ്റ്യൻസാ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 11 കറക്റ്റ് ആയതുകൊണ്ടാണ് ട്രാക്ക് ചെയ്യാൻ അന്ന് പറ്റിയത്. പിന്നെ കുറച്ച് പാർട്ട് ബിന്നു. പാർട്ട് സി ഒന്നും കൂടി എളുപ്പമാണ് നാച്ചുറലി. അതെ അതെ. ഓക്കെ. കുറെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, CSIR നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയം നമ്മളിങ്ങനെ വെയിറ്റേജ് നോക്കും. ഒരിക്കലും നമ്മൾ അങ്ങനെ നോക്കി പോകരുത്. അതായത് അങ്ങനെ നോക്കുമ്പോ ചിലര് പറയും ഈ ഇത്ര ഒരു 5 സബ്ജക്ട് പഠിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ ചിലപ്പോ നമ്മുടെ ഒരു ഭാഗ്യക്കേടിന് 5 സബ്ജക്റ്റിൽ നിന്ന് ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്, ബാക്കിയുള്ളതെല്ലാം ഈസി ക്വസ്റ്റ്യൻസ് വരാം. നമ്മൾ വിചാരിക്കും അയ്യോ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്ക് ഇപ്രാവശ്യം അങ്ങനെ പറ്റി. ഞാൻ ഇലക്ട്രോ ഡൈനാമിക്സ് ഞാൻ ലാസ്റ്റ് ആയപ്പം ഞാൻ അതിലോട്ട് ഫോക്കസ് കൊടുത്തില്ല. പക്ഷെ ഇലക്ട്രോ ഡൈനാമിക്സ് ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ഇപ്രാവശ്യം വന്നത്. ഞാൻ കണ്ടിരുന്നു, അതെ എളുപ്പമായിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് എന്നൊക്കെ അതെനിക്ക് ഇപ്രാവശ്യം ചെയ്യാം. പക്ഷെ അത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് JRF കിട്ടുമായിരുന്നു. അതെ അതെ അതെ. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് മോൻ ഇപ്പൊ പറഞ്ഞത് നല്ലൊരു ടിപ്പാ. കാരണം ഞാൻ എപ്പോഴും പറയാ, ഇന്ന സബ്ജക്റ്റ് ഒന്നുമില്ല, എല്ലാം കവർ ചെയ്ത് പോകണം. എല്ലാം കവർ ചെയ്യണം. അതെ. ഇപ്പൊ ഇഷ്ടമില്ല പണ്ട് എന്നൊക്കെ പറയായിരുന്നു. ഇപ്പൊ എനിക്കൊക്കെ ഇലക്ട്രോണിക്സിനോട് ഒരു ചെറിയൊരു ഇതാണ്. കാരണം എത്തില്ല എന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷെ അവസാനം അതിലേക്ക് എത്തി. കാരണം അതൊന്നും ചിലപ്പോഴേ മാർക്ക് കിട്ടാം, അതായിരിക്കും സ്കോറിങ് വരാൻ എളുപ്പമുണ്ടാവുക. അതെ, അത് നല്ലൊരു കാര്യം. ഇനി എന്താണ് പ്ലാന്? കാരണം ഇത് കാണുന്ന ആളുകൾക്ക് ഉണ്ടാവും നെറ്റ് കഴിഞ്ഞ് എന്താ ചെയ്യണ്ടേ. എല്ലാവരും മനസ്സിൽ ലെക്ചർഷിപ്പ് അല്ലേ, ടീച്ചർ ആവാം, കോളേജിൽ പോയി പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോണോമസിൽ കയറാം, അങ്ങനെ ചിന്തിക്കുക. അപ്പൊ മോന്റെ ഒരു ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് ഇത് ടീച്ചിങ് ഏരിയയിലോട്ട് പോവുകയും ചെയ്യാം, അല്ലെങ്കിൽ PhDക്കുള്ള ഓപ്ഷൻസും ഉണ്ട്. ലെക്ചർഷിപ്പ് ഉള്ള കുട്ടികളെയും PhDക്ക് വിളിക്കും. ഇത്ര റാങ്കിന് താഴെ ആയിട്ടുള്ള കുട്ടികളെ ഒരു കുട്ടിയുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പം ലെക്ചർഷിപ്പ് മാത്രമേ ഉള്ളൂ, ഗേറ്റ് ക്വാളിഫൈഡ് അല്ല. പക്ഷെ എന്നാലും IIT-കളിലെല്ലാം വിളിച്ചിട്ടുണ്ട് കുട്ടികളെയൊക്കെ, ലെക്ചർഷിപ്പ് ഉള്ളവരെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇനി എന്താ പറയാനുള്ളത് ഇവരോട്? ഇനി എക്സാം വരെയല്ലേ ഇവർക്കും സെപ്റ്റംബറിൽ. ഇനിയിപ്പോ എഴുതുന്നുണ്ടോ സെപ്റ്റംബറിൽ രണ്ടാമത്? അതോ നിർത്തലാക്കിയോ? ചിലപ്പോ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ സമയം എനിക്ക് കിട്ടുകയാണെങ്കിൽ ചിലപ്പോ നോക്കും ഞാൻ. കാരണം JRF എപ്പോഴും ഒരു ബെനിഫിറ്റ് തന്നെയാണ്. കാരണം ഇപ്പൊ ഗേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോഷിപ്പിലല്ലേ IIT-കളിലോട്ട് പോകുന്നത്. അപ്പൊ അവരായിരുന്നാലും കൂടുതൽ കുട്ടികളെ നോക്കുന്ന അവര് JRF. അവർക്ക് അങ്ങോട്ട് ഫെലോഷിപ്പ് കൊടുക്കണ്ട. CSIR വരുമല്ലോ ഫെലോഷിപ്പ്. അപ്പൊ അവരും കൂടുതൽ കുട്ടികളെ നോക്കുന്നത് JRF ആണ്. JRF കഴിഞ്ഞ് ബാക്കിയുള്ളവരെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോഷിപ്പ്, ഗേറ്റും ലെക്ചർഷിപ്പ് അനുസരിച്ചെല്ലാം കുട്ടികൾക്ക് അവർ കൊടുക്കുന്നത്. അപ്പൊ എപ്പോഴും അതൊരു JRF ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇനി എന്താണ് ഇവരോട് പറയാനുള്ളത്? സെപ്റ്റംബറിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? സെപ്റ്റംബറിലുള്ള പ്രിപ്പറേഷൻ നല്ലൊരു കുറഞ്ഞ ടൈമാണ് കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അവരൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടില് ഒരു ഗൈഡൻസിന്റെ ഇതില് നല്ല രീതിയിലൊരു നോട്ടെല്ലാം പ്രിപ്പയർ ചെയ്ത് അതിനുശേഷം നല്ല രീതിയിൽ PYQs തറവായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യാം. എല്ലാ ദിവസവും PYQs ഒന്ന് വർക്കൗട്ട് ചെയ്യുകയും പിന്നെ എല്ലാ ഏരിയകളും കവർ ചെയ്യുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു നെറ്റില് മോസ്റ്റ്ലി 9 ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു. ആ 9 ഏരിയയും ആവശ്യം മെയിൻ ആയിട്ട് നെറ്റിന് വരുന്ന ചില ഏരിയ, എല്ലാ ഏരിയകളും ചിലപ്പോൾ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ ന്യൂക്ലിയർ ഫിസിക്സിലെ തന്നെ കുറെ ഏരിയകളുണ്ട് ന്യൂക്ലിയർ ഫിസിക്സ് നെറ്റിന്റെ സിലബസ് അനുസരിച്ച്. പക്ഷെ എല്ലാ ഏരിയയിൽ നിന്നും അവരധികം ക്വസ്റ്റ്യൻസ് മെയിൻ ഏരിയ ഉണ്ട്. ഷെൽ മോഡല് അങ്ങനത്തെ ആ മെയിൻ ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ട്
അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടെ പോയിട്ട് സുഖമായിട്ട് നമുക്ക് സുഖമായിട്ട് ഒരു 6 മാസം 4 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം അല്ലേ? ട്രാക്ക് ചെയ്യാം. അങ്ങനെ തന്നെയായിരുന്നു ഞാനും പഠിച്ചത്. അങ്ങനെ കുഴപ്പമില്ല. അതെ, അതാണ് ഏറ്റവും വലിയ റോൾ മോഡലാണല്ലോ മുമ്പിലിരിക്കുന്ന. ഒരു 6 മാസം കൊണ്ട് എടുത്തുല്ലോ ഫസ്റ്റ് ടൈം തന്നെ. അതെ, അതൊരു സ്മാർട്ട് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ? അതെ. എന്തായാലും മോനെ ഓൾ ദി ബെസ്റ്റ്. കാരണം എന്താ വെച്ചാൽ ഞാൻ അത് മുൻകൂട്ടി പറയാൻ കാരണം ഇപ്പൊ BHUവിൽ ഇരിക്കുകയാണല്ലോ, IIT BHUവിൽ ഇപ്പൊ ഇന്റർവ്യൂവിന് ഇരിക്കുന്നു. പിന്നെ ഹൈദരാബാദ് കഴിഞ്ഞു അല്ലെ, IIT ഹൈദരാബാദ് കഴിഞ്ഞു. ഇനി വരുന്ന നല്ല ഇന്റർവ്യൂസ് എന്തായാലും ഇവിടെ കിട്ടട്ടെ, BHU ഹൈദരാബാദ് ഒക്കെ കിട്ടട്ടെ. ഏതിലാണ് താല്പര്യം വെച്ചാൽ ഏതിലായിരുന്നു? ഹയർ എനർജിയിൽ അല്ലേ? ഹൈ എനർജി ഫിസിക്സിലായിരുന്നു. അതെ, ഹയർ എനർജി ഫിസിക്സിൽ PhD ഒക്കെ കിട്ടട്ടെ. എന്തായാലും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ സെക്യൂർ ആവട്ടെ കേട്ടോ. എന്തായാലും ഓൾ ദി ബെസ്റ്റ് മോനെ, കാണാം. താങ്ക് യു.